ചേട്ടാ ഞാനിപ്പം ഈ ദാസേട്ടനുമായിട്ടുള്ള കോമ്പിനേഷൻ വരുമ്പോൾ എപ്പോഴും മലയാളത്തിൽ എപ്പോഴും ഏത് കലയാണെങ്കിലും നമ്മൾ അതിലൊരു കമ്പാരിസൺ വരും. എപ്പോഴും കമ്പാരിസൺ വരും, പ്രത്യേകിച്ച് ഒരു പ്രൊഫഷണൽ നിൽക്കുന്ന രണ്ടുപേരെക്കുറിച്ച്. ഇപ്പോൾ ദാസേട്ടനെക്കുറിച്ച് ആൾക്കാർ പറയുകയാണെങ്കിൽ ഇതിനെ വളരെ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരിയാണ് പറഞ്ഞത്. ഗിരീഷിൻ്റെ ഒരു വാക്ക് ഞാൻ എവിടെയോ അദ്ദേഹം ഏതൊരു സദസ്സിൽ ചെറിയ സദസ്സിലിരിക്കും പറഞ്ഞൊരു വാചകമാണ്. ദാസേട്ടനൊരു ബിംബമായിട്ട് കാണുന്നു, അതേപോലെ തന്നെ കഴിവുള്ള ഒരു ഗായകനാണ് ശ്രീ ജയേന്ദ്രൻ. പക്ഷെ അദ്ദേഹത്തിനെ നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്ന നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരനായി കാണുന്നു. കുറച്ചും കൂടി സാമീപ്യം വേണമെങ്കിൽ ജയേട്ടനാണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ പറഞ്ഞോ? യെസ്. എന്നുവെച്ചാൽ ജയേട്ടനോട് ഒരുപക്ഷെ ഒരു ബിംബത്തെ കാണുന്ന പ്രതീതിയല്ല, തൊട്ട് ഒരുപക്ഷെ നെക്സ്റ്റ് ഡോർ അല്ലെങ്കിൽ നമ്മോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന നമ്മോടൊപ്പമുള്ള ഒരാളുടെ ഒരു പ്രതീതി. ഞാൻ അങ്ങനെ ഒരു പ്രകൃതക്കാരനാണ്. ഞാനിപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോൾ എൻ്റെ ഇന്ന ആളൊന്നുമില്ല. ആരെല്ലാം ആരുടെ അടുത്തും പോയിരിക്കും, ആരുടെ കൂടെ ഭക്ഷണം കഴിക്കും, ആരുടെ കൂടെ തമാശ പറയും, കൂടെ ഇരിക്കും. എനിക്ക് അങ്ങനെ ഒരു ഒന്നുമില്ല. ഒരു കാലഘട്ടത്തിൽ ജയേട്ടൻ ഈ പറഞ്ഞ കല്യാണ വീടുകളിലൊക്കെ എത്ര പാടി തിമിർത്തില്ലേ ബാബുക്കയുടെ കൂടെ. അത് ഇവിടെ താനൂര്, തിരൂര്, തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട് ഭാഗത്ത് എല്ലാ മിക്കവാറും കല്യാണത്തിൽ ഒരു മടിയുമില്ലാതെ രാത്രിയുടെ അന്ത്യയാമങ്ങളിലേക്ക് നീങ്ങുന്ന പാട്ടുകൾ. ആ ഒരു കാലം മറക്കാൻ പറ്റാത്ത. ആ പറയുമ്പോൾ ബാബുക്കയെ കുറിച്ച് ആലോചിക്കുമ്പോൾ വലിയൊരു ബാബുക്ക. ഒരുപക്ഷെ ജയേട്ടൻ എനിക്ക് തോന്നുന്നു ഒരു സാമൂഹ്യ ജീവിയാകുന്നത് അവിടെയാണെന്ന് എന്നോട് ഒരാൾ പറഞ്ഞു. എന്താ കാരണം വെച്ചാൽ ജയേട്ടൻ്റെ ഒരു പ്രത്യേക അവസ്ഥയിൽ ജയേട്ടനെ വേറൊരു രീതിയിലേക്ക് സ്പിൻ ചെയ്തത് ബാബുക്കയുടെ കൂടെയുള്ള ഒരു യാത്ര. പക്ഷേ എങ്കിൽ പോലും ബാബുക്കയ്ക്ക് ജയേട്ടനെ ഒരു മാംസ ബുക്കാക്കാൻ കഴിഞ്ഞില്ല അല്ലേ? ഇല്ല, മാംസ ബുക്കാക്കിയത് ദേവരാജ മാഷ. അതായത് ബാബുക്കയുടെ മുമ്പിൽ ബാബുക്ക അവിടെ പരാജയപ്പെട്ടു പോയി. ബാബുക്ക അങ്ങനെ ഭക്ഷണത്തെക്കുറിച്ച് ഭക്ഷണം വലിയ ഭക്ഷണ പ്രക്രിയയാണ് അങ്ങനെ. അതെ, ഇടയ്ക്കിടയ്ക്ക് മോനെ ബിരിയാണി കഴിക്കണ, ഞാൻ പറയാം ബിരിയാണി വേണ്ട ബാബുക്ക, എന്തായാലും മാംസം ഉണ്ടാവും. മാംസം അതൊക്കെ കഴിക്കണം, നിങ്ങൾ എന്താ വെച്ചാൽ അത് കഴിക്കപ്പാ, എന്നാലും നമ്മൾ ശക്തി ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയാം. വേണ്ട ബാബുക്ക. ദേവരാജ മാഷ് അങ്ങനെ പറയാം, ഈ ശബ്ദത്തിന് എപ്പോഴും ചൂടായിരിക്കണമെങ്കിൽ നീ അല്പം ചിക്കൻ കഴിക്കണോടാ. ചിക്കൻ കഴിച്ചാൽ ശബ്ദം ചൂടായിട്ട് നിൽക്കും. അപ്പോൾ അവിടെ പിന്നെ തൈര് കൂട്ടരുത്. ഞാൻ തൈരേ കൂട്ടാറുള്ളൂ. എനിക്ക് തൈരില്ലാണ്ട് ഊണ് കഴിക്കാൻ പറ്റില്ല. മാഷ് തൈര് കുഴപ്പമാണ് ശബ്ദത്തിന്. ശരി, എനിക്ക് ഇത് കഴിഞ്ഞിട്ടുള്ള പാട്ട് മതി, തൈര് കഴിഞ്ഞിട്ടുള്ള ഊണ് കഴിഞ്ഞിട്ടുള്ള എന്ന് വിചാരിക്കാറുള്ള ഇപ്പോഴും ഇന്നും കൂടെ തൈര് കൂട്ടിയിട്ടാണ് കഴിച്ചു. ഉച്ചയ്ക്ക് തൈര് കൂട്ടി നല്ല കഴിക്കാൻ പറ്റില്ല എനിക്ക്. മോരും തൈരും. നോൺ വെജിറ്റേറിയൻ ചിക്കനൊക്കെ നിർത്തി 10-15 കൊല്ലമായി. പക്ഷേ ദേവരാജ മാഷ് പഠിപ്പിച്ച ദുശീലം പിന്നെ കുറേ കാലം തുടർന്നു, കുറച്ചു കാലം തുടർന്നു. പക്ഷെ അതുകൊണ്ട് വലിയ ചില സ്ഥലങ്ങൾക്ക് പോകുമ്പോൾ ജേട്ടനിങ്ങനെ എവിടെ ചിക്കൻ എവിടെയെന്ന് ചിക്കൻ കടിക്കലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ചിക്കൻ അത് നോക്കിയപ്പോൾ അതിന് വലിയ പ്രയോജനം കാണാനില്ല. ചിക്കൻ ഇല്ലാണ്ട് ചിക്കൻ കടിച്ചിട്ട് പാടി നോക്കി, ചിക്കൻ കഴിക്കുന്നത് തൈര് കഴിച്ച് പാടി നോക്കി. തൈര് കഴിച്ച് പാടിയപ്പോൾ കുറച്ചുകൂടെ ഭേദമായി. അപ്പോൾ തൈരങ്ങ് കണ്ടിന്യൂ, ചിക്കനെ അങ്ങോട്ട് മാറ്റി വെച്ചു. ബാബുക്കയുമായിട്ടുള്ള ആ എന്താ പറയുക, ആ രാവുകൾ, അതിന് രാവുകൾ എന്നാ പറയട്ടെ. എന്താ കാരണം വെച്ചാൽ ഇശലുകൾ, അദ്ദേഹത്തിൻ്റെ ഇശലുകൾ അതൊക്കെ ഒരു പക്ഷേ ജയേട്ടൻ ഏറ്റവും കൂടുതൽ മനസ്സിൽ നൊസ്റ്റാൾജിയ സൃഷ്ടിക്കുന്നതായിരിക്കും അല്ലേ? സത്യമാണ്. ബാബുക്ക എന്ന് പറഞ്ഞ ഒരു പാട്ടുകാരൻ. അദ്ദേഹത്തിൻ്റെ പലരും എൻ്റെ ഭാര്യയും എൻ്റെ അച്ഛൻ ഏറ്റവും വലിയ ബാബുക്കയുടെ ഏറ്റവും വലിയ ഫാൻ എൻ്റെ അച്ഛനായിരുന്നു. കൊച്ചിൻ തമ്പുരാൻ, തൃപ്പൂണിത്തെ കോലത്തെ കൊച്ചിൻ തമ്പുരാനാണ് എൻ്റെ അച്ഛൻ. കൊച്ചിൻ റോയൽ ഫാമിലിയിൽ അദ്ദേഹം പാടാൻ പറഞ്ഞതൊന്നും പാടില്ല, തന്നെത്താൻ പാടുമായിരുന്നു. ഞാൻ കേൾക്കാറുണ്ട്. അല്ലാണ്ട് നമുക്ക് വേണ്ടി ആർക്കൊന്നും പാടില്ല അങ്ങനെ. പക്ഷെ അദ്ദേഹം പറയും അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടം, എടാ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സംഗീതം ബാബു. എപ്പോഴും പറയാം, എപ്പോഴും ആ കോഴിക്കോട്ടുകാരനെടുത്ത് ഉണ്ടല്ലോ, പേരറിയില്ലേ ബാബുരെ, എന്ത് രാജ്യങ്ങളാവട്ടെ അവൻ്റെ പാട്ടാണ് ഏറ്റവും നല്ലത്. അത് എന്താ കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ നേരെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. മറ്റേത് പഠിച്ചൊന്നുമില്ല. ഇപ്പോൾ മറ്റൊരു ക്ലാസിക്കൽ പഠിച്ചു അതല്ല, ഇത് വേദനയുടെ സംഗീതമെന്നോ ഹൃദയത്തിൽ നിന്ന് വേദന, വിരഹം എല്ലാം വരും.